അമ്മേ അമ്മേ ആ ഇതെന്താ മോളെ സ്കൂളിന്ന് ചെടിയൊക്കെ ആയിട്ട്? അമ്മേ ഇന്ന് പരിസ്ഥിതി ദിനം പ്രമാണിച്ച് സ്കൂളിൽ നിന്ന് ലഭിച്ച ചെടിയായത്. ഇത് എവിടെ വെക്കും? മോൾ അവിടെ വെച്ചേക്ക്, അച്ഛൻ വന്നിട്ട് നടാം. അച്ഛൻ വന്നാലും നമ്മൾ എവിടെ നടും? നമുക്ക് സ്വന്തമായി സ്ഥലമില്ലല്ലോ. അതോർത്ത് മോള് വിഷമിക്കണ്ട, ദൈവം നമുക്ക് വേണ്ടി കരുതും. അവിടുന്ന് വലിയവനാ. എന്റെ ഈശോയെ, ഈ ചെടി നടാനെങ്കിലും എനിക്ക് സ്ഥലം തരണമേ. മോള് വിഷമിക്കാതെ, മോൾക്ക് വേണ്ടതെല്ലാം ഈശോയ്ക്ക് അറിയാം, ഈശോ തരും. അമ്മേ, എത്ര നാളായി നമ്മൾ മാറി മാറി താമസിക്കാൻ തുടങ്ങിയിട്ട്. എന്തേ നമുക്ക് മാത്രം സ്വന്തമായി വീടില്ലാത്തത്? മോൾക്കറിയാലോ, നമ്മുടെ ചിലവുകളും മറ്റും അച്ഛന്റെ വരുമാനത്തിൽ നിന്ന് ഒന്നും കാര്യമായിട്ട് മിച്ചം പിടിക്കാൻ കഴിയുന്നില്ല. ശരിയാണമ്മേ, എന്നാലും ഒരു സ്ഥലത്തെത്തി അവിടെ പരിചയപ്പെട്ട് പുതിയ കൂട്ടുകാരുമായി നല്ല ബന്ധത്തിലാവുമ്പോഴേക്കും പിന്നെ അവിടുന്ന് മാറ്റൂ. വീട്ടുടമസ്ഥൻ കൂടുതൽ വാടക ചോദിക്കും. അത് കൊടുക്കാൻ നിവർത്തിയില്ലാതാവുമ്പോ പിന്നെ എന്ത് ചെയ്യും? അത് ശരിയാ, പക്ഷേ ഈ മാറ്റം കഴിഞ്ഞ തവണ താമസിച്ച വീടിനടുത്തുള്ള അഖിലേഷും സരിതയും നല്ല കൂട്ടുകാരായിരുന്നു. അവരും പോയി. കൂട്ടുകാരെയൊക്കെ ദൈവം തരും. മോള് നല്ലവണ്ണം പഠിച്ച് മിടുക്കിയാവണം. ഓരോ തവണ സ്കൂൾ മാറുമ്പോൾ പുതിയ ടീച്ചർമാർ, കൂട്ടുകാർ, ഇതൊക്കെ എന്ന് മാറും എന്റെ ഈശോയെ. മോള് വിഷമിക്കാതെ, നമുക്ക് പ്രാർത്ഥിക്കാം സ്ഥിരമായിട്ട് ഒരിടം കിട്ടാൻ വേണ്ടി. അത് ഉടനെ നടക്കുമോ അമ്മേ? മോള് നല്ലവണ്ണം പഠിക്കണം, പഠിച്ചു നല്ല ജോലിയൊക്കെ മേടിച്ച് മിടുക്കിയായി മാറണം. അപ്പോ ഈ കഷ്ടപ്പാടൊക്കെ മാറും. അന്നേരം സ്ഥലം മേടിക്കണം. അപ്പോ അതുവരെ ഈ ചെടി ഞാൻ എന്ത് ചെയ്യും? എവിടെ സൂക്ഷിക്കും? ഈ ചെടി ആ കൂട്ടിൽ തന്നെ ഇരിക്കട്ടെ. ചെടി വളരുന്നതിനനുസരിച്ച് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റി സംരക്ഷിക്കാം. ശരി അമ്മേ, ദൈവം നമുക്ക് സ്വന്തമായി സ്ഥലം തരുമ്പോൾ നമുക്ക് അവിടെ നടാം, അല്ലേ അമ്മേ? ശരി മോളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമുക്ക് വേണ്ടി കരുതും. അവിടുന്ന് ആരെയും അനാഥരായി വിടുകയില്ല. മോള് ചെന്ന് കുളിച്ചിട്ട് വാ, അമ്മ കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് അമലൂന് സ്കൂളിൽ നിന്ന് കിട്ടിയ ചെടിയാ. നമ്മൾ ഇതെവിടെ വെക്കും? നമ്മൾക്ക് ഈശോ സ്വന്തമായി സ്ഥലം തരും. അതുവരെ ഇങ്ങനെ തന്നെ സൂക്ഷിക്കാം. നമ്മുടെ മകൾ ഇതിനെ നനച്ചും വളം കൊടുത്തും കാര്യമായി നോക്കുന്നുണ്ട്. ഇവിടുന്നും ഒരു മാറ്റമാകാറായി. എന്തുപറ്റി? വീട്ടുടമസ്ഥൻ വല്ലതും? അയാൾ വാടക കൂടുതൽ ചോദിച്ചു. ആ വാടക കൊടുക്കാനുള്ള അവസ്ഥയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇത് എത്രാമത്തെ വീടായത്? ഞാൻ വേറെ വീട് അന്വേഷിക്കാൻ
ഏജന്റിനോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ കർത്താവേ, ഈ മാറി മാറിയുള്ള താമസം, അലച്ചില് ഇതെന്നു തീരും? ആ, ജീവിച്ചല്ലേ പറ്റൂ. ഇവിടുന്ന് മാറേണ്ടി വരും. ഇത് എത്രാമത്തെ വീടാ? അമുലുവിന്റെ കാര്യമാ കഷ്ടം. അവളുടെ പഠിത്തം, കൂട്ടുകാര്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സാമ്പത്തികത്തിന്റെ സ്ഥിതി അനുസരിച്ചല്ലേ താമസിക്കാൻ പറ്റൂ. ശരിയാ. അച്ഛാ, ഈ ചെടി വലുതായി. ഈ വാടക വീട്ടിൽ നിന്നെങ്കിലും സ്വന്തം വീട്ടിലേക്ക് പോകാൻ കഴിയുമോ? ഇത് അവസാനത്തെ വാടക വീടാകാൻ പ്രാർത്ഥിക്ക്. ദൈവം നമുക്ക് വേണ്ടി ഒരു വീട് കരുതിയിട്ടുണ്ട്. അമലു, ഞാൻ പറഞ്ഞില്ലേ, മോള് നല്ലവണ്ണം പഠിച്ച് മിടുക്കിയാവുമ്പോ ഇതൊക്കെ മാറും. ഇനി പുതിയ കൂട്ടുകാരെ കണ്ടെത്തണം. പുതിയ ടീച്ചർമാർ, പുതിയ സ്കൂൾ. എവിടെ ചെന്നാലും വാടക വീട്ടിലെ കുട്ടി. മോള് കരയാതെ, വിഷമിക്കണ്ട. ഈശോ നമുക്ക് ആവശ്യമായതെല്ലാം തരും. മോള് ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നല്ലവണ്ണം പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്താ മതി. അത് നീ എന്റെ മോളോട് പറയണ്ട. എല്ലാ സ്കൂളിലും അമലുവിനല്ലേ 1ാം സ്ഥാനം. കഴിഞ്ഞ തവണ പഠിച്ച സ്കൂളിൽ നിന്നും പോന്നപ്പോ ടീച്ചർമാർക്കൊക്കെ ഭയങ്കര വിഷമായിരുന്നു. ശരിയാ, ആ മോൾ ടീച്ചർക്കൊക്കെ ഭയങ്കര സങ്കടായിരുന്നു. സാരമില്ല മോളെ, എല്ലാം ശരിയാകും. ദൈവം നമുക്കെന്നും കൂട്ടുണ്ടാവും. ഇവിടെ വന്നിട്ട് 2 വർഷം കഴിഞ്ഞു. നീ ആണെങ്കിൽ വലുതായി. ഇനിയും വലുതായ എവിടെയാ വെക്കുക? ആ, സാരമില്ല, ഈശോ കരുതിക്കോളൂ. അമ്മേ, ദേ അങ്കിള് വരുന്നു. ഇവിടുത്തെ ഹൗസ് ഓണർ അങ്കിൾ. ആ, അമ്മേ, എന്തിനാ അങ്കിള് വന്നത്? മോളെ, നമ്മൾ ഇവിടുന്ന് മാറിക്കൊടുക്കണമെന്ന്. അതെന്തിന്? അവരുടെ ബന്ധുക്കൾക്ക് താമസിക്കാൻ കൊടുക്കാൻ നമ്മൾ ഉടനെ മാറിക്കൊടുക്കണമെന്ന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ മാറിക്കൊടുത്തല്ലേ പറ്റൂ. വാടക വീടല്ലേ ഇത്. എന്റെ ചങ്ങാതി, നമുക്ക് ഇവിടെ നിന്ന് മാറണം. ഇനി അമലയ്ക്ക് പുതിയ സ്കൂളും പുതിയ വീടും അല്ലടാ. ഇങ്ങനെ എത്ര നാൾ പോകും? സ്വന്തമായി ഒരിടം കണ്ടെത്തണ്ടേ? ഞാൻ എന്ത് ചെയ്യാനാ? ഒരു ചെറിയ വരുമാനം കൊണ്ട് എന്ത് മിച്ചം പിടിക്കാനാ? ഒരു ലോൺ എടുത്താലോ? അതിനുള്ള രേഖകൾ ആര് തരും? മാറി മാറി താമസിക്കുന്നതുകൊണ്ട് നമുക്ക് ആരുമായിട്ട് ഒരു ബന്ധവുമില്ല. മോള് വലുതായി വരിക. അവൾക്ക് വേണ്ടി എല്ലാം എന്റെ ഓർമ്മയിലുണ്ട്. ഞാൻ ഒന്നും മറന്നിട്ടില്ല. അമലു നല്ലവണ്ണം പഠിക്കുന്നു. അതാ എന്റെ സമാധാനം. പ്രശ്നം അതൊന്നുമല്ല. വാടക കുടിശ്ശികയായി. സുഖമില്ലാത്ത കാരണം ജോലിക്ക് പോകാനും കഴിയുന്നില്ല. ഇവിടുത്തെ ഹൗസ് ഓണർ ആണെങ്കിൽ വല്ലാത്തൊരു ടൈപ്പാ. വാടക കൊടുത്തില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. പലവട്ടം വിളിച്ചു. നീ എന്ത് പറഞ്ഞു? നിങ്ങൾ കിടപ്പിലാണെന്ന്, അസുഖം മാറുമ്പോ മുഴുവൻ തുകയും കൊടുക്കാന്ന് പറഞ്ഞു. എന്നിട്ട്? അതൊന്നും അദ്ദേഹത്തിന് അറിയണ്ട. പണം എത്തിക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഇവിടുന്ന് മാറിക്കൊടുക്കണമെന്ന്. ഇവിടുന്ന് മാറേണ്ടി വന്നാ എവിടേക്ക് പോകും? കയ്യിലാണെങ്കിൽ വേറെ പണവുമില്ല. എന്ത് ചെയ്യാനാ ഇപ്പോ? എവിടേക്ക് പോകും നമ്മള്? കയ്യിലാണെങ്കിൽ ഉണ്ടായിരുന്ന പണമെല്ലാം ആശുപത്രിയിൽ ചെലവായി. ഒരുപാട് മാസത്തെ വാടക കുടിശ്ശികയായി. അതുകൊണ്ട് ഡെപ്പോസിറ്റായി നൽകിയ പണം തിരിച്ചും കിട്ടില്ല. അയാള് പലവട്ടം വിളിച്ചു. മാറിക്കൊടുത്തില്ലെങ്കിൽ നമ്മൾ മാറേണ്ടി വരും. ഇനി എവിടേക്ക് പോകും? കയ്യിലാണെങ്കിൽ പണവുമില്ല. ഈശോയെ, ഞങ്ങളെ കാക്കണേ. താമസിക്കാൻ നല്ല വീട് തരണേ. ഇനി എവിടേക്ക് പോകും? വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇനിയിപ്പോ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല. എനിക്കാണെങ്കിൽ തീരെ സുഖവുമില്ല. എന്റെ പരീക്ഷ കഴിഞ്ഞു. ഇനി അവധിയാ. ഇനി എവിടെ താമസിക്കും? അമലു, നിങ്ങളെ ഞാൻ എവിടെയൊക്കെ തിരക്കി. ഗുരുജി, ഞങ്ങൾ വീട്. കരയാതെ. വിവരമെല്ലാം ഞാൻ അറിഞ്ഞു. ഒരു സന്തോഷവർത്തമാനം അറിയിക്കാനാ വന്നത്. എന്താ ഗുരുജി? അമലുവിനാണ് സ്കൂളിൽ 1ാം സ്ഥാനം. എന്റെ ദൈവമേ, മിടുമിടുക്കി. എന്റെ മോളെ ദൈവം രക്ഷിച്ചു. ഞങ്ങൾ വിജയവാർത്ത അറിയിക്കാൻ അമലുവിന്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത്.
ഗുരുജി, ഞങ്ങൾക്ക് പോകാൻ. കരയാതെ കരയില്ലേ മോളെ? അമലു വിഷമിക്കണ്ട. വാ, സ്കൂളിൽ എല്ലാവരും അമലുവിനെ കാത്തിരിക്കുകയാണ്. സ്കൂൾ മാനേജർ അമലുവിന്റെ അവസ്ഥ മനസ്സിലാക്കി സ്വന്തമായി സ്ഥലം തരുവാൻ താല്പര്യത്തോടെ സ്കൂളിൽ എത്തിയിരിക്കുന്നു. അമലുവിനെ കൂട്ടിക്കൊണ്ടുവരാനാ ഞാൻ വന്നത്. മിടുക്കിയായ അമലുവിനെ ഞങ്ങൾ ഒരിക്കലും കൈവിടില്ല. എന്റെ പ്രാർത്ഥന ഈശോ കേട്ടു. ചങ്ങാതി, ഇനി നിനക്ക് നിൽക്കാൻ സ്വന്തമായൊരു ഇടമായി.